നമ്മളിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു വിയറ്റ്നാമീസ് ഐസ്ഡ് ടാമറിൻ ഡ്രിങ്കാണ്. ഇത് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഇത് 150 ഗ്രാം വാളംപുളി എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഇതിൻ്റെ നാരും അതുപോലെ കുരുവെല്ലാം കളഞ്ഞ് വീണ്ടും അതിലോട്ട് തന്നെ 1 കപ്പും കൂടി ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും ഈ നാരും കുരുവെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പ് മുഴുവൻ എടുത്ത് വെച്ചേക്കുന്നതായത്. ഇത് നമ്മൾ ഒരു സോസ് പാനിൽ ചേർത്തിട്ട് ഇത് 1/2 കപ്പ് പഞ്ചസാരയാണ്, ഇതും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി എടുക്കണം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്കിനി നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇത് ഏകദേശം ഒരു പകുതി ആവണം, അത്രയും നല്ല 1 കപ്പ് അളവിലോട്ടാകണം. നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചാണല്ലോ 150 ഗ്രാം വാളംപുളിയിൽ ഇത് അരിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 2 കപ്പിൽ കൂടുതലുണ്ട്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഇത് കുറുകി ഇത് ഏകദേശം പകുതി, അതായത് 1 കപ്പോളം ആവണം, അത്രയ്ക്ക് ഇത് കുറുകണം. നമുക്ക് ഈ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി വെള്ളമൊക്കെ പറ്റി ഇത് കണ്ടോ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ടോ. നമുക്ക് ഇനി ചൂടാറി കഴിയുമ്പോൾ വീണ്ടും തിക്കാവും. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമുക്കിനി തീ നിർത്താം. നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഇഞ്ചിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഈ സിറപ്പ് മുഴുവനും നമ്മൾ അരിച്ചെടുത്തു. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സിറപ്പ് നല്ല ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന ഒരു ഗ്ലാസ്സിലോട്ട് പാർത്താം. നമുക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ ജ്യൂസായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. നിങ്ങൾ ഒഴിക്കുമ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ സിറപ്പ് ഒഴിച്ചാൽ മതിയായിരിക്കും. എന്നിട്ട് നമുക്ക് തണുത്ത സോഡയും കൂടിയും ചേർത്ത് നമുക്ക് ജ്യൂസാക്കി എടുക്കാം. നമുക്കിനി ഇതിൻ്റെ മുകളിൽ കുറച്ച് റോസ്റ്റഡ് പീനട്ട്സ്, അതായത് നിലക്കടല, അതും കൂടിയും വിതറിയിട്ട് നമുക്കിങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിന്ന് തയ്യാറാക്കിയത് വിയറ്റ്നാമീസ് ഐസ്ഡ് ടാമറിൻ ഡ്രിങ്കാണ്. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പക്ഷേ നല്ല പുളിയും അതുപോലെ മധുരവും ഒക്കെയുള്ള നല്ലൊരു ഡ്രിങ്കാണ്. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയ്ക്കൊക്കെ നമുക്ക് ഇഷ്ടമാവും. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.